ഇന്ത്യൻ സിനിമയിലെ തന്നെ ബ്രാൻഡ് ഡയറക്ടറും സൂപ്പർ സ്റ്റാറും ഒന്നിക്കുന്ന ചിത്രമാണ് SSMB29 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില അഭിപ്രായങ്ങളും കുറച്ച് അപ്ഡേറ്റ്സുകളുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നലെ ഈ ഒരു ചിത്രത്തിൽ വില്ലൻ ആയിട്ട് നമ്മുടെ മലയാളത്തിലുള്ള പൃഥ്വിരാജിന്റെ ഒരു വില്ലൻ ക്യാരക്ടറുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പലരും ആ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ്. കൂടാതെ എനിക്ക് ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇപ്പോഴും എൻ്റെ എല്ലാ പോസ്റ്ററുകളും ഇഷ്ടപ്പെടും. ആ ഒരു ടൈപ്പോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലോ നിങ്ങൾ ഈ ഒരു കാര്യത്തെ കാണരുത്. അതിന് കുറച്ച് റീസൺസും ഉണ്ട്. അതിന് ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, നേരത്തെ തന്നെ ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു വീൽ ചെയർ ടൈപ്പ് ഉള്ള ഒരു വില്ലൻ ആയിരിക്കും പൃഥ്വിരാജ് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ തന്നെ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഈ ഒരു പ്രൊമോ ഷൂട്ട് പോലെ ഒരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗ്ലിംസ് ഈ ഒരു നവംബർ മാസം പുറത്തിറങ്ങുമെന്ന് തന്നെ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലിംസിൻ്റെ ഷൂട്ടിങ്ങിനിടെ ഇതിൻ്റെ ഒരു ലീക്ക്ഡ് സ്റ്റില്ല് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മഹേഷ് ബാബുവിൻ്റെയും കൂടാതെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റില്ലായിരുന്നു അന്ന് ലീക്കായി പുറത്തിറങ്ങിയിട്ടുള്ളത്. അന്ന് ഞാനായാലും ആ ഒരു അപ്ഡേറ്റ് വൈസ് പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് ആ അപ്ഡേറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാനും അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും ഞെട്ടിയായിരുന്നു. കാരണം എന്ത് പറ്റി ഈ ഒരു ടൈപ്പിലുള്ള വില്ലൻ ക്യാരക്ടർ പൃഥ്വിരാജിന് കൊടുത്തേ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ക്യാരക്ടർ കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ പ്രതീക്ഷ എല്ലാം പോയി എന്നൊക്കെ. ഇപ്പോൾ പലവരും ഞെട്ടിയെങ്കിൽ ഞാൻ ആ ഞെട്ടലൊക്കെ നേരത്തെ അനുഭവിച്ചുകൊണ്ടായിരിക്കാം. എനിക്ക് ഭയങ്കര രീതിയിൽ ഈ ഒരു ഫസ്റ്റ്, കാരണം അന്ന് ആ ഒരു വീൽ ചെയറിലുള്ള ഒരു വില്ലനായിരിക്കും പൃഥ്വിരാജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് പൃഥ്വിരാജിനെ പോലുള്ള ഒരു ആക്ടറിന് ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള വില്ലനെ കാസ്റ്റ് ചെയ്തത് എനിക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും 1000 കോടി രൂപയോളം ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയ്ക്ക് മഹേഷ് ബാബുവിനെ പോലുള്ള സ്റ്റാറിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയ ഒരു കിടിലം ആക്ടറാണ് പൃഥ്വിരാജ്. പക്ഷേ പൃഥ്വിരാജിനെ കുറച്ചുകൂടി ഒരു സ്ട്രോങ് വില്ലൻ ആക്കാമെന്ന് ഞാൻ അന്ന് ഭയങ്കര രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു, ആ ഒരു സ്റ്റില്ലൊക്കെ കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. കാരണം നേരത്തെ ആയാലും സൂര്യയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, 24 എന്ന ചിത്രം. ഇപ്പോൾ പലവരും ആ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അന്ന് ചിന്തിച്ച കാര്യമാണ്, 24 എന്ന ചിത്രത്തിൽ സൂര്യ ചെയ്ത കുറച്ച് വില്ലനിസം ഉണ്ട്. എന്തിന് ആ ഒരു ഇൻ്റർവെൽ ഉൾപ്പെടെ ആ ഒരു ക്ലൈമാക്സ്, അങ്ങനെ മൊത്തം ആ ഒരു സിനിമയിൽ പുള്ളി ചെയ്ത വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ടോപ്പാണ്. ആ ഇൻ്റർവെൽ ബ്ലോക്ക് തന്നെ പലവരും ഞെട്ടിയ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അന്ന് തമിഴ് ഓഡിയൻസിന് അത്ര ആ ഒരു സിനിമ കണക്ട് ആക്കാൻ സാധിക്കാത്തതുകൊണ്ട് പരാജയപ്പെട്ടു പോയൊരു ചിത്രമാണ്. പക്ഷേ നമ്മുടെ മലയാളത്തിലെ എക്സ്പെരിമെൻ്റ് സിനിമ വരുമ്പോൾ അത് നല്ലതാണെങ്കിൽ ഓഡിയൻസ് ഏറ്റെടുത്ത് ഏറ്റവും വലിയ ഹിറ്റ് ആക്കും. പക്ഷേ അന്ന് തമിഴ് ഓഡിയൻസ് ആ ഒരു സിനിമയെ അത്രയും വലിയൊരു വിജയമാക്കാതെ പോയെങ്കിലും ഇപ്പോഴും ആ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ അന്ന് ആ ഒരു 24 ആ ഒരു വില്ലൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ടോപ്പായിരുന്നു. കൂടാതെ തന്നെ പൃഥ്വിരാജിൻ്റെ ഈ ഒരു ക്യാരക്ടറിലുള്ള ലുക്കിൽ ആ ഒരു വീൽ ചെയറൊക്കെ ആയാലും പ്രത്യേകത എന്തൊക്കെയുള്ളൊരു വീൽ ചെയർ എന്നൊക്കെ രീതിയിലുള്ള തോന്നിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വേറെ ഒരു വീൽ ചെയറിൽ ഇരുന്ന് സൂര്യ കാണിച്ച ആ ഒരു പെർഫോമൻസ് ഉണ്ട്. ഈ ഒരു ചിത്രത്തിലായാലും ഇതിൻ്റെ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞ് പൃഥ്വിരാജിനെ കുറിച്ച് രാജമൗലി തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇത് ഞാൻ ഷോട്ട് എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കുറേ ആക്ടേഴ്സിൽ നല്ലൊരു ആക്ടറാണെന്ന് തോന്നിയ ഒരു ആളാണ് പൃഥ്വിരാജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ രാജമൗലിയെപ്പോലുള്ള ഒരു ആൾ പറയണമെങ്കിൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു പെർഫോമൻസ് ആ ഒരു ഗ്ലിംസിലുള്ളതായാലും കിടിലമായിരിക്കും എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു ഗ്ലിംസ് ഇറങ്ങുമ്പോൾ ഈ ഒരു ഇപ്പോൾ മഹേഷ് ബാബുവും കൂടാതെ തന്നെ പൃഥ്വിരാജുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ കാണും. അതിലൂടെ നമുക്ക് കുറച്ചുകൂടി ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വീൽ ചെയറിലുള്ള ഫസ്റ്റ് അന്ന് ഞാൻ ഒരു ലീക്ക്ഡ് ചെറുതായിട്ടൊന്നും നമ്മൾ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടിൽ ഏത് രീതിയിലുള്ള ലുക്കിലായിരിക്കും പൃഥ്വിരാജ് വരുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കുംഭ എന്നുള്ളൊരു ക്യാരക്ടറിലാണ് പൃഥ്വിരാജ് ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ പ്ലോട്ടൊക്കെ ആയാലും കുറച്ച് ഹൈ ആയിരിക്കും എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം നല്ല രീതിയിലുള്ള ടൈം പീരീഡോട് കൂടിയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ് പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു ചിത്രത്തിന് 1000 കോടി രൂപയോളം ബഡ്ജറ്റൊക്കെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിൽ വില്ലനായി പൃഥ്വിരാജ് എത്തുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് SS രാജമൗലി ചിത്രങ്ങളിലെ വില്ലന്മാരെ മാത്രം ഒന്ന് എടുത്തു നോക്കുക. ഒരു ഈച്ച എന്ന സിനിമയിൽ കിച്ചാ സുദീപ് ആ ഈച്ചയ്ക്ക് എന്തോരം കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ടോ, വില്ലനും അതിനനുസരിച്ചൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് ആ ഒരു ചിത്രത്തിൻ്റെ വിജയം. ബാഹുബലി സിനിമ ആയാലും പൽവാൾ ദേവൻ എന്ന റാണയുടെ ആ ഒരു ക്യാരക്ടർ ബാഹുബലിക്ക് ഇപ്പോൾ അച്ഛനായാലും മോനായാലും 2 പേർക്കും ഒരു കോമ്പറ്റീഷൻ കൊടുക്കും. അങ്ങനെ ആ രീതി ഇപ്പോൾ ധീര ആയാലും അതിലെ വില്ലൻ പവറാണെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി അതിനുവേണ്ടി എന്തൊക്കെ പോയാലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു കാര്യത്തെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വില്ലനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു 24 എന്ന ചിത്രത്തിലായാലും ഒരു വാച്ചിന് വേണ്ടിയുള്ളൊരു വില്ലനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ SS രാജമൗലി ഏത് ടൈപ്പുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് പൃഥ്വിരാജിന് കൊടുത്തിട്ടുള്ളതെന്നും അറിയില്ല.
പക്ഷേ ഈ ഒരു ഫസ്റ്റ് ലുക്ക് വഴി തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷകളൊക്കെ തന്നെ ഉണ്ട്. ഒരുപക്ഷെ ഇതിനു മുമ്പേ ഈ ഒരു വീൽ ചെയർ ആകുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. പൃഥ്വിരാജിന്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ട് പലവരും പറയുന്നത് ഇത് ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആ രീതിയിലാണ്, അല്ലെങ്കിൽ ചുമ്മാ എന്ന് പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ സംഭവമൊന്നും അല്ല, ചുമ്മാ കമ്പ്യൂട്ടറിൽ പൃഥ്വിരാജിന്റെ ചുമ്മാ എടുത്ത് വെച്ചേക്കുന്ന രീതിയിലാണ് എന്ന രീതി പലവരും തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ള അതേ ഒരു പോർഷനാണ്. ഞാൻ ഈ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ പലവരും പറയുന്നത്, ഞാൻ അന്ന് ബാഹുബലി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഒന്നും കണ്ടിട്ട് അന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് പോസ്റ്റർ കണ്ടപ്പോഴാണ് ആ ഒരു സിനിമയെക്കുറിച്ച് അറിഞ്ഞത്. ബാഹുബലിയുടെ ഫസ്റ്റ് ലുക്കൊക്കെ പുറത്തിറങ്ങിയപ്പോൾ, ബാഹുബലി ചിത്രത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒക്കെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയപ്പോൾ അന്ന് ആ ഒരു ചിത്രത്തിൽ ഭയങ്കര വിമർശനങ്ങളൊക്കെ കിട്ടിയിട്ട് ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ആ സീനൊക്കെ എല്ലാവരും തന്നെ ആഘോഷിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജമൗലി സിനിമയുടെ വില്ലന്മാരെയൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തായാലും നായകൻ കുറച്ച് താന്നു പോലും വില്ലന്മാർ കിടിലം രീതി തന്നെ സ്കോർ ചെയ്ത് കയറുന്നത് നമ്മളെ മിക്ക സിനിമയിലും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ക്യാരക്ടറിനുള്ള ഫാൻ ബേസും കാര്യങ്ങളൊക്കെ കൂടുക. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു ഗ്ലിംസ് വഴി ഇതിനും കൂടുതൽ ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ഇപ്പം സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന് കിടിലം രീതിയിലുള്ള കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു വില്ലൻ തന്നെയായിരിക്കും പൃഥ്വിരാജ് എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ ഗ്ലിംസ് റിലീസിനെത്താൻ പോകുന്നത് ഈ വരുന്ന നവംബർ 16 ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളം വരുന്ന ഒരു ടൈറ്റിൽ റിവീലിംഗ് ഗ്ലിംസ് ആണ് ചിത്രത്തിലെ ടീം പുറത്തുവിടാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ അത് ഹൈദരാബാദിൽ വെച്ചാണ് നടത്താനിരിക്കുന്നത്, വലിയൊരു ഇവന്റ് ആയിട്ട്. ആ ഒരു ഇവന്റിന് ഏകദേശം ഒരു 20 കോടി രൂപയോളം ചിലവാകുമെന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഇവന്റിന് 20 അല്ല 50 കോടി രൂപ മുടക്കിയാലും അത് വെർത്ത് തന്നെയാണ്. കാരണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ഏകദേശം 1000 കോടി രൂപയോളം ബഡ്ജറ്റിൽ വരുന്ന ചിത്രവും, കൂടാതെ തന്നെ പാൻ ഇന്ത്യ റിലീസ് അല്ല, പാൻ വേൾഡ് റിലീസാണ് ഈ ഒരു ചിത്രം ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഒരു ഇവന്റ് വെക്കുകയാണെങ്കിൽ വൈഡ് ഓഡിയൻസിലോട്ട് കിടിലം ഒരു അറ്റൻഷനൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇന്ത്യൻ സിനിമയിലെ തന്നെ അടുത്തൊരു ബിഗ്ഗസ്റ്റ് റിലീസ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ അടുത്തൊരു വലിയൊരു മുതൽക്കോട്ട് എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത്. കൂടാതെ തന്നെ ഇതൊരു രാജമൗലി ചിത്രമാണ്. രാജമൗലി ചിത്രങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിലും ഇതിലുള്ള ആക്ടേഴ്സിന്റെ ഒക്കെ തന്നെ ദി ബെസ്റ്റ് ഔട്ട്പുട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് SS രാജമൗലി. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ആയാലും ഒരു കിടിലം ഔട്ട്പുട്ട് തന്നെ പുറത്തു വരുമെന്ന് തന്നെയൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.